നിങ്ങൾ കണ്ണു തുറക്കുന്നു, പക്ഷേ ഒന്നും കാണുന്നില്ല. ഇരുട്ടായതുകൊണ്ടല്ല, നിങ്ങൾ അന്ധരായതുകൊണ്ടുമല്ല, മറിച്ച് കാണാൻ ചുറ്റും ഒന്നുമില്ല. കാലൂന്നി നിൽക്കാൻ നിലമില്ല, പിടിച്ചു നിൽക്കാൻ ഒന്നുമില്ല. ചുറ്റും അനന്തതയിലേക്ക് നീളുന്ന ശൂന്യത മാത്രം. നിങ്ങളുടെ വീടില്ല, നാടില്ല, ഭൂമിയില്ല, സൂര്യനില്ല, സൗരയൂഥമില്ല, ഒരിടത്തും ഒരു തരി പ്രകാശം പോലുമില്ല. ശൂന്യാകാശത്തിൽ ഏകാന്തമായി ഒഴുകി നടക്കുകയാണ്. ഏത് ദിശയിലേക്ക് നോക്കിയാലും അനന്തമായ ദൂരത്തിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന മരവിപ്പിക്കുന്ന ഇരുട്ട് മാത്രം. ഇങ്ങനൊരു സാഹചര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഭയം തോന്നും. എന്നാൽ ഇത് വെറും ഒരു സാങ്കല്പികതയല്ല എന്നതാണ് ശരിക്കും ഭയപ്പെടുത്തുന്ന കാര്യം. നമ്മുടെ പ്രപഞ്ചത്തിലെ ഏകാന്തമായ ചില വസ്തുക്കളുടെ യാഥാർത്ഥ്യമാണിത്. സ്വന്തം ഭവനങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ട വസ്തുക്കൾ, യാഥാർത്ഥ്യത്തിന്റെ നിർജീവ മേഖലകളിലേക്ക് വലിച്ചെറിയപ്പെട്ടവ, നിത്യതയിലേക്ക് ലക്ഷ്യമില്ലാതെ ഏകാന്തമായി ഒഴുകിപ്പോകാൻ വിധിക്കപ്പെട്ടവ. ഇവയാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും ഏകാന്തമായ വസ്തുക്കൾ. 2013 ഭൂമിയിൽ നിന്നും ഏകദേശം 80 പ്രകാശവർഷങ്ങൾക്കകലെ ജൂപ്പിറ്ററിന്റെ 8 മടങ്ങോളം ഭാരമുള്ള ഒരു ഗ്രഹത്തിനെ കണ്ടെത്തി. ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഏകാന്തമായ ഗ്രഹമെന്നായിരുന്നു അന്ന് ജ്യോതിശാസ്ത്രജ്ഞർ ഈ ഗ്രഹത്തെ വിശേഷിപ്പിച്ചിരുന്നത്. ഈ ഗ്രഹം ഒന്നിനെയും വലംവെക്കുന്നതല്ല, ഒരു നക്ഷത്രവ്യൂഹത്തിന്റെയും ഭാഗവുമല്ല. പകരം ഇത് ഇരുട്ടു നിറഞ്ഞ ബഹിരാകാശത്തിലൂടെ സ്വതന്ത്രമായി ഒഴുകി നടക്കുകയാണ്. ഈ ഗ്രഹത്തിൽ നിൽക്കുമ്പോൾ സൂര്യോദയവും അസ്തമയവും ഒന്നും കാണാൻ കഴിയില്ല. എപ്പോഴും നിരന്തരമായ രാത്രിയായിരിക്കും. രാത്രി ആകാശത്തെ മനോഹരമാക്കാൻ ഇതിനൊരു ഉപഗ്രഹം പോലുമില്ല. അനന്തമായ ഇരുട്ടു നിറഞ്ഞ ആകാശത്തിൽ ആകെ കാണാൻ കഴിയുന്നത് ഒരുപാട് പ്രകാശവർഷങ്ങൾക്കകലെയുള്ള നക്ഷത്രങ്ങളുടെ മങ്ങിയ തിളക്കം മാത്രമാണ്. വളരെ ഏകാന്തമായ ഒരു ഗ്രഹം തന്നെയാണിത്. പക്ഷെ എന്നിരുന്നാലും ഇത് ശരിക്കും ഒറ്റയ്ക്കല്ല. ഇതിന് സമീപം ബീറ്റ പിക്ടോറിസ് എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം നക്ഷത്രങ്ങളുണ്ട്. ഈ ഗ്രഹം യഥാർത്ഥത്തിൽ ബീറ്റ പിക്ടോറിസിലെ നക്ഷത്രങ്ങൾക്കൊപ്പം രൂപം കൊണ്ടതാണ്. അതിനാൽ ഒരു നക്ഷത്രത്തിനെയും വലം വയ്ക്കുന്നില്ല എങ്കിലും ഈ നക്ഷത്രക്കൂട്ടം സഞ്ചരിക്കുന്ന അതേ ദിശയിൽ നക്ഷത്രങ്ങൾക്കൊപ്പം തന്നെ ഈ ഗ്രഹവും കൂടെ സഞ്ചരിക്കുന്നുണ്ട്. ഈ നക്ഷത്രക്കൂട്ടത്തിലെ ഏറ്റവും സമീപമുള്ള നക്ഷത്രം പോലും ഗ്രഹത്തിൽ നിന്നും ഏതാണ്ട് 3 പ്രകാശവർഷങ്ങൾക്കകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. 3 പ്രകാശവർഷങ്ങൾ എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ദൂരം തന്നെയാണ്. പക്ഷേ പ്രപഞ്ചശാസ്ത്രത്തിൽ ഇവ പ്രായോഗികമായി സഹയാത്രികരാണ്. അതുകൊണ്ട് ഈ ഗ്രഹത്തിനെ പൂർണ്ണമായും ഏകാന്തമാണെന്ന് പറയാൻ കഴിയില്ല. ശരിക്കും ഒറ്റപ്പെട്ട ഗ്രഹങ്ങളെ കണ്ടെത്തണമെങ്കിൽ നമ്മൾ മറ്റൊരിടത്ത് നോക്കേണ്ടതുണ്ട്. പുതുതായി രൂപം കൊള്ളുന്ന അല്ലെങ്കിൽ പ്രായം കുറഞ്ഞ നക്ഷത്രവ്യൂഹങ്ങൾ വളരെയധികം കോലാഹലങ്ങൾ നിറഞ്ഞതായിരിക്കും. ഈ കോലാഹലങ്ങളൊക്കെ മാറി എല്ലാം ശാന്തമാകാൻ പല ദശകോടി വർഷങ്ങളെടുക്കും. പ്രപഞ്ചത്തിലുടനീളം ഇങ്ങനെ തന്നെയാണ്. ഇത്രയും കാലങ്ങളെടുത്ത് ശാന്തമാകുന്നതുവരെ ഈ വ്യൂഹങ്ങളിലെ ഗ്രഹങ്ങളുടെ ഓർബിറ്റ്സ് എല്ലാം പൂർണ്ണമായും താറുമാറായ അവസ്ഥയിലായിരിക്കും. ഒരു ഗ്രഹത്തിനും കൃത്യമായ ഒരു ഭ്രമണപഥം ഉണ്ടായിരിക്കില്ല. അതിനാൽ ഒരു ഗ്രഹം മറ്റൊരു ഗ്രഹത്തിന്റെ ഭ്രമണപഥത്തിലൂടെ കടന്നു പോകുന്നത് പതിവാണ്. അത്തരം സന്ദർഭങ്ങളിൽ ചിലപ്പോൾ ഏതെങ്കിലും ചെറിയ ഗ്രഹം വലിയൊരു ഗ്രഹത്തിന്റെ സമീപത്ത് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ വലിയ ഗ്രഹത്തിന്റെ തീവ്രമായ ഗ്രാവിറ്റി കാരണം ചെറിയ ഗ്രഹം സ്ലിംഗ് ഷോട്ട് ചെയ്യപ്പെടും. അതായത് ചെറിയ ഗ്രഹം അതിവേഗത്തിൽ വലിച്ചെറിയപ്പെടും. ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ ആ നക്ഷത്രവ്യൂഹത്തിൽ നിന്നും തന്നെ അത് പുറന്തള്ളപ്പെടും. ഇത്തരം ഗ്രഹങ്ങൾക്ക് നമ്മൾ നൽകിയിരിക്കുന്ന പേരാണ് റോഗ് പ്ലാനറ്റ്സ്. നമ്മുടെ സൗരയൂഥത്തിലും മിക്കവാറും പണ്ടിങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. അതായത് സൗരയൂഥത്തിന്റെ ആരംഭകാലത്തിൽ ഇന്നത്തെ 8 ഗ്രഹങ്ങൾക്ക് പുറമെ വേറെയും ഗ്രഹങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ ജൂപ്പിറ്ററിന്റെയോ സാറ്റേണിന്റെയോ ഒരുപാട് സമീപത്ത് പോയത് കാരണം അവ സൗരയൂഥത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ട് കാണും. എന്തായാലും റോഗ് പ്ലാനറ്റ്സ് ശരിക്കും ഏകാന്തമാണ്. ഇവയ്ക്ക് വലംവയ്ക്കാൻ നക്ഷത്രങ്ങളോ ഇവയെ വലംവയ്ക്കാൻ ഉപഗ്രഹങ്ങളോ ഉണ്ടായിരിക്കില്ല. ഇവയ്ക്കൊപ്പം സഞ്ചരിക്കാനും മറ്റൊന്നും ഉണ്ടായിരിക്കില്ല. ബഹിരാകാശത്തിന്റെ അനന്തതയിലൂടെ ഒരു ലക്ഷ്യവുമില്ലാതെ ഒറ്റയ്ക്കാണ് ഇവ സഞ്ചരിക്കുന്നത്. പൂർണ്ണമായും ഏകാന്തമായ ലോകങ്ങൾ. ഇവയിൽ പകലും ഋതുകാലങ്ങളും വർഷങ്ങളും ഒന്നും ഉണ്ടായിരിക്കില്ല. ഈ ലോകങ്ങൾ പൂർണ്ണമായും ഇരുട്ടിലാണ്. എന്നിരുന്നാലും ആകാശത്തിൽ ഒരുപാട് അകലെയുള്ള നക്ഷത്രങ്ങളുടെ തിളക്കം കാണാം. അതിനൊരുത്തമ ഉദാഹരണമാണ് ഓഗൽ 2024 BLG 0516. ഭൂമിയിൽ നിന്നും ഏകദേശം 10,000 പ്രകാശവർഷങ്ങൾക്കകലെയാണ് ഇത് നിലനിൽക്കുന്നത്. ഇതിന് ഏതാണ്ട് നമ്മുടെ സാറ്റേണിന്റെ അത്ര വലിപ്പവും മാസമുണ്ട്. അതിനാൽ റോഗ് സാറ്റേൺ എന്നാണ് ശാസ്ത്രജ്ഞർ ഇതിന് നൽകിയിരിക്കുന്ന പേര്. ഇത് ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ ഏതോ നക്ഷത്രവ്യൂഹത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ടതാണ്. ഇപ്പോൾ എങ്ങോട്ടെന്നില്ലാതെ ഒറ്റയ്ക്ക് ബഹിരാകാശത്തിലൂടെ ഒഴുകി നടക്കുകയാണ്. നിർഭാഗ്യവശാൽ ഇതിന്റെ ഏറ്റവും സമീപമുള്ള നക്ഷത്രം ഇതിൽ നിന്നും എത്ര ദൂരം അകലെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. എന്നിരുന്നാലും ഇതിനു ചുറ്റും ഒരുപാട് പ്രകാശവർഷങ്ങളോളം ദൂരം വരെ വേറെ ഒരു വസ്തുവുമില്ല.
ഇതിന്റെ കൂടെ സഞ്ചരിക്കാനും മറ്റൊന്നുമില്ല. അതിനാൽ നിലവിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഏകാന്തമായ ഗ്രഹമായിട്ട് കണക്കാക്കപ്പെടുന്നത് ഇതിനെയാണ്. തീർച്ചയായും ഇതിനേക്കാൾ ഏകാന്തമായ ഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാം. കാരണം റോക്ക് പ്ലാനറ്റ്സ് എന്നത് വളരെ കോമൺ ആയ വസ്തുക്കളാണ്. നമ്മുടെ മിൽക്കി വേയിൽ തന്നെ പല ദശകോടി റോക്ക് പ്ലാനറ്റ്സ് ഉണ്ടായിരിക്കും. അതിൽ ചിലത് മിൽക്കി വേയുടെ ആരംഭം തൊട്ട് തന്നെ ഏകാന്തമായി ഒഴുകി നടക്കുന്നവയായിരിക്കാം. ചിലത് ഗാലക്സിയിൽ നിന്നും തന്നെ പുറന്തള്ളപ്പെട്ട് കാണും. അവ ഇന്റർഗാലക്റ്റിക് സ്പേസിലൂടെ, അതായത് ഗാലക്സികൾക്കിടയിലെ ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നുണ്ടാവും. ഇങ്ങനെ ഇന്റർഗാലക്റ്റിക് സ്പേസിലൂടെ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളുടെ ഏറ്റവും സമീപമുള്ള മറ്റൊരു വസ്തു ഒരുപക്ഷെ 10,000 അല്ലെങ്കിൽ ലക്ഷക്കണക്കിനോ പ്രകാശവർഷങ്ങൾക്കകലെയായിരിക്കും. ഇവ അക്ഷരാർത്ഥത്തിൽ പൂർണ്ണമായും ഇരുട്ടിലായിരിക്കും. ആകാശം പോലും നക്ഷത്രങ്ങളുടെ തിളക്കമില്ലാതെ പൂർണ്ണമായ ഇരുട്ടിലായിരിക്കും. അത്രയേറെ അന്ധകാരം നിറഞ്ഞ ലോകങ്ങളായിരിക്കും ഇത്. ആകെ കാണാൻ കഴിയുന്ന ഒരേ ഒരു തരം പ്രകാശം എന്നത് ഒരുപാട് അകലെയുള്ള വലിയ ഗാലക്സികളുടെ തീരെ മങ്ങിയ പ്രകാശം മാത്രമായിരിക്കും. നിർഭാഗ്യവശാൽ ഇങ്ങനെ ഒരു ഗ്രഹത്തെ ഇതുവരെ നമ്മൾ കണ്ടെത്തിയിട്ടില്ല. കാരണം പൂർണ്ണമായ ഇരുട്ടിൽ ഇത്രയും അകലെയുള്ള ഒരു ഗ്രഹത്തെ കണ്ടെത്തുക എന്നത് നമ്മുടെ ഇന്നത്തെ ടെക്നോളജിക്ക് പൂർണ്ണമായും അസാധ്യമാണ്. താരതമ്യേന പറഞ്ഞാൽ ഭൂമിയിലുള്ള ഒരു ഉറുമ്പിനെ ചന്ദ്രനിൽ നിന്ന് നഗ്നനേത്രങ്ങളാൽ കാണുന്നതിനേക്കാൾ പ്രയാസമാണ് നമ്മുടെ ടെക്നോളജി ഉപയോഗിച്ച് ഇന്റർഗാലക്റ്റിക് സ്പേസിലുള്ള ഒരു റോക്ക് പ്ലാനറ്റിനെ കാണുന്നത്. അതിനാൽ റോക്ക് സാറ്റേൺ തന്നെയാണ് നിലവിൽ ഏറ്റവും ഏകാന്തമായ ഗ്രഹം. പക്ഷേ ഇന്റർഗാലക്റ്റിക് സ്പേസിൽ ഗ്രഹങ്ങളെ കണ്ടെത്തിയിട്ടില്ലെങ്കിലും നക്ഷത്രങ്ങളെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. നക്ഷത്രങ്ങൾ എന്നത് പൊതുവെ ഗാലക്സികൾക്കുള്ളിലാണ് നിലനിൽക്കുന്നത്. എന്നാൽ പല കാരണങ്ങളാൽ നക്ഷത്രങ്ങൾ പലപ്പോഴും അതിന്റെ ഗാലക്സിയിൽ നിന്ന് പുറന്തള്ളപ്പെടാറുണ്ട്. അങ്ങനെ പുറന്തള്ളപ്പെടുന്ന നക്ഷത്രങ്ങൾ പിന്നെ ഒരു ഗാലക്സിയുടെയും ഭാഗമാകാതെ ഇന്റർഗാലക്റ്റിക് സ്പേസിലൂടെ ഏകാന്തമായി ഒഴുകി നടക്കും. ഉദാഹരണത്തിന് 2 ഗാലക്സികൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഗാലക്സി മറ്റൊരു ഗാലക്സിയുടെ സമീപത്ത് കൂടെ പോകുമ്പോൾ ഈ ഗാലക്സികളുടെ അതിതീവ്രമായ ഗുരുത്വാകർഷണ ബലങ്ങൾ കാരണം ഇവയുടെ അതിരുകളിലുള്ള നിരവധി നക്ഷത്രങ്ങൾ ഗാലക്സികളിൽ നിന്നും പുറന്തള്ളപ്പെടും. ഇത്തരത്തിലുള്ള 10,000 നക്ഷത്രങ്ങളെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കുറെ നക്ഷത്രങ്ങൾ ഒരുമിച്ചായിരിക്കും പുറന്തള്ളപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പൊതുവെ ഇവയെല്ലാം ഒരു വലിയ കൂട്ടത്തോടെയായിരിക്കും സഞ്ചരിക്കുന്നത്. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് വിർഗോ ക്ലസ്റ്റർ. വിർഗോ ക്ലസ്റ്റർ എന്നത് യഥാർത്ഥത്തിൽ ഏകദേശം 6 കോടി പ്രകാശവർഷങ്ങൾക്കകലെയുള്ള ഒരു ഗാലക്സി കൂട്ടമാണ്. ഈ ഗാലക്സികൾക്കിടയിലെ ശൂന്യതയിൽ ഒരു കൂട്ടം റെഡ് ജെയിന്റ് നക്ഷത്രങ്ങളുണ്ട്. ഈ നക്ഷത്രങ്ങൾ പുരാതന കാലത്തിൽ ഏതോ ഗാലക്സിയിൽ നിന്നും പുറന്തള്ളപ്പെട്ടതാണ്. ഇന്ന് ഇവയുടെ ഏറ്റവും സമീപമുള്ള ഗാലക്സി ഇവയിൽ നിന്നും ഏകദേശം 3 ലക്ഷം പ്രകാശവർഷങ്ങൾക്കകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ എന്നിരുന്നാലും കൂട്ടത്തോടെ നിലനിൽക്കുന്നതിനാൽ ഇവയെ ശരിക്കും ഏകാന്തമായ നക്ഷത്രങ്ങൾ എന്ന് വിളിക്കാൻ സാധിക്കില്ല. എന്നാൽ ഹൈപ്പർ വെലോസിറ്റി സ്റ്റാർസ് എന്നറിയപ്പെടുന്ന ഒരുതരം നക്ഷത്രങ്ങളുണ്ട്. സ്വന്തം ഗാലക്സിയുടെ എസ്കേപ്പ് വെലോസിറ്റിയേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന നക്ഷത്രങ്ങളാണ് ഹൈപ്പർ വെലോസിറ്റി സ്റ്റാർസ്. എന്നുവെച്ചാൽ ഇത്തരം നക്ഷത്രങ്ങൾ ഒരിക്കൽ തീർച്ചയായും അവയുടെ ഗാലക്സിയിൽ നിന്നും പുറത്തു പോകും. ഒരു നക്ഷത്രം പല കാരണങ്ങൾ കൊണ്ടും ഹൈപ്പർ വെലോസിറ്റി സ്റ്റാർ ആയി മാറാം. ഉദാഹരണത്തിന് ചില സാഹചര്യങ്ങളിൽ ഗാലക്സിയുടെ മധ്യഭാഗത്തിലെ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളിന്റെ വളരെ സമീപത്ത് വരുന്ന ഒരു നക്ഷത്രം അതിവേഗത്തിൽ സ്ലിംഗ് ഷോട്ട് ചെയ്യപ്പെടുന്നതിലൂടെ ഹൈപ്പർ വെലോസിറ്റി സ്റ്റാർ ആയി മാറും. ഈ നക്ഷത്രം ഒരിക്കൽ ഗാലക്സിക്ക് പുറത്തു കടക്കും. സ്വാഭാവികമായും ഇങ്ങനെ ഇന്റർഗാലക്റ്റിക് സ്പേസിലെത്തുന്ന നക്ഷത്രങ്ങൾ കൂടെ മറ്റാരുമില്ലാതെ ശരിക്കും ഏകാന്തമായ നക്ഷത്രങ്ങളായിരിക്കും. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് 42,000 പ്രകാശവർഷങ്ങൾക്കകലെയുള്ള ലാമോസ് HVS1. ഇത് 553 km/s വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. ഓർക്കുക, 553 km/s എന്നത് ശബ്ദത്തിന്റെ 1600 മടങ്ങ് വേഗതയാണ്. ഇത്രയും വേഗത്തിൽ സഞ്ചരിച്ചാൽ കന്യാകുമാരിയിൽ നിന്ന് നമ്മുടെ ജമ്മു കാശ്മീരിലെത്താൻ വെറും 6 സെക്കൻഡ്സ് മതി. ഇത്രയും വേഗത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ നക്ഷത്രത്തിനെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് പോലും. പക്ഷേ യഥാർത്ഥത്തിൽ ഈ നക്ഷത്രം നമ്മുടെ മിൽക്കി വേക്കുള്ളിലാണ് നിലനിൽക്കുന്നത്. ഇത് മാത്രമല്ല, ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള സകല ഹൈപ്പർ വെലോസിറ്റി സ്റ്റാർസും യഥാർത്ഥത്തിൽ ഗാലക്സിയുടെ ഉള്ളിൽ തന്നെയുള്ള നക്ഷത്രങ്ങളാണ്. അതിനർത്ഥം ഇന്റർഗാലക്റ്റിക് സ്പേസിൽ ഏകാന്തമായി നിൽക്കുന്ന നക്ഷത്രങ്ങളൊന്നും ഇല്ല എന്നല്ല. തീർച്ചയായും പൂർണ്ണമായും ഏകാന്തമായ നക്ഷത്രങ്ങൾ ധാരാളം ഉണ്ടായിരിക്കും. അവയിൽ നിന്നും ഏറ്റവും സമീപമുള്ള മറ്റൊരു നക്ഷത്രം ചിലപ്പോൾ പല ദശലക്ഷം പ്രകാശവർഷങ്ങൾക്കകലെയായിരിക്കും. പക്ഷേ നിർഭാഗ്യവശാൽ ഇത്രയും അകലെയുള്ള ഒരൊറ്റ നക്ഷത്രത്തിനെ കണ്ടെത്തുക എന്നത് നമ്മുടെ ഇന്നത്തെ ടെക്നോളജി ഉപയോഗിച്ച് ഏകദേശം പൂർണ്ണമായും അസാധ്യമാണ്.
അപ്പോൾ പിന്നെ ഇന്റർഗാലക്റ്റിക് സ്പേസിൽ ഏകാന്തമായ നക്ഷത്രങ്ങൾ ഉണ്ടെന്ന് എങ്ങനെ നമുക്കറിയാം? അതിന്റെ പ്രധാന കാരണം ഹൈപ്പർ വെലോസിറ്റി സ്റ്റാർസ് തന്നെയാണ്. മിൽക്കി വേക്ക് പുറമെ മറ്റ് ഗാലക്സികളിൽ പോലും നിരവധി ഹൈപ്പർ വെലോസിറ്റി സ്റ്റാർസിനെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഹൈപ്പർ വെലോസിറ്റി സ്റ്റാർസ് എല്ലാം തീർച്ചയായും ഒരിക്കൽ ഗാലക്സികളുടെ പുറത്ത് കടക്കും. അങ്ങനെയെങ്കിൽ ഇതുപോലെ ഓൾറെഡി പുറത്താക്കപ്പെട്ട ഒരുപാട് ഹൈപ്പർ വെലോസിറ്റി നക്ഷത്രങ്ങൾ നിലവിൽ ഇന്റർഗാലക്റ്റിക് സ്പേസിൽ ഉടനീളം ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം. അതുമാത്രമല്ല, ഒരൊറ്റ നക്ഷത്രത്തിനെ കാണാൻ സാധിച്ചില്ലെങ്കിലും നക്ഷത്ര വിസ്ഫോടനം നമുക്ക് വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിക്കും. കാരണം പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും ശക്തമായ പ്രതിഭാസങ്ങളിൽ ഒന്നാണ് നക്ഷത്ര വിസ്ഫോടനങ്ങൾ. ഇങ്ങനെ ഇന്റർഗാലക്റ്റിക് സ്പേസിലെ ഇരുട്ടുമൂടിയ ശൂന്യതയിൽ നക്ഷത്ര വിസ്ഫോടനം സംഭവിച്ചിട്ടുള്ളത് നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്. ഇത്തരം നക്ഷത്രങ്ങളാണ് ശരിക്കും ഏകാന്തമായ നക്ഷത്രങ്ങൾ. പൂർണ്ണമായും അന്ധകാരം നിറഞ്ഞ ശൂന്യതയിൽ അന്ത്യം വരെ ഇവ ഒറ്റയ്ക്ക് ജ്വലിച്ചുകൊണ്ടിരിക്കും. ഇതിൽ നിന്നും ഏത് ദിശയിലേക്ക് നോക്കിയാലും ദശലക്ഷക്കണക്കിന് പ്രകാശവർഷങ്ങളോളം വ്യാപിച്ചു കിടക്കുന്ന പൂർണ്ണമായ ഇരുട്ട് മാത്രമായിരിക്കും കാണാൻ കഴിയുന്നത്. ഇതിനെ വലമിക്കാൻ ഗ്രഹങ്ങളില്ല, സമീപത്ത് നക്ഷത്രങ്ങളില്ല, നെബുലകളില്ല, ഒന്നുമില്ല. ആത്യന്തികമായ ഏകാന്തത. പക്ഷെ ഇതിനേക്കാൾ ഏകാന്തമായ മറ്റൊരു വസ്തുവുണ്ട്. പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഗാലക്സികൾ വ്യാപിച്ചു കിടക്കുന്നത് കൃത്യമായും ഒരേ സാന്ദ്രതയിലല്ല. അതുകൊണ്ട് തന്നെ പ്രപഞ്ചം മുഴുവൻ കാണാൻ കഴിയുന്ന രീതിയിൽ സൂം ഔട്ട് ചെയ്ത് നോക്കിയാൽ പ്രപഞ്ചത്തിന്റെ പല ഭാഗങ്ങളിലും നിങ്ങൾക്ക് വലിയ ശൂന്യമായ സ്ഥലങ്ങൾ ഉള്ളതായിട്ട് കാണാൻ പറ്റും. ഈ ശൂന്യ സ്ഥലങ്ങളെ കോസ്മിക് വോയിഡ്സ് എന്നാണ് പറയുന്നത്. കോസ്മിക് വോയിഡ്സ് എന്നത് 100% ശൂന്യമായ സ്ഥലങ്ങളല്ല. മറിച്ച് പ്രപഞ്ചത്തിന്റെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വോയിഡ്സിലെ സാന്ദ്രത വളരെ കുറവാണെന്ന് മാത്രം. കുറവെന്ന് പറയുമ്പോൾ വോയിഡ്സിന് പൊതുവെ താരതമ്യേന വെറും 10 മുതൽ 20% സാന്ദ്രതയെ ഉണ്ടായിരിക്കൂ. എന്നുവെച്ചാൽ ഒരു നിശ്ചിത അളവിലുള്ള സ്പേസിൽ 100 ഗാലക്സികൾ ഉണ്ടെങ്കിൽ വോയിഡ്സിൽ അതേ അളവിലുള്ള സ്പേസിൽ പരമാവധി വെറും 20 ഗാലക്സികൾ മാത്രമേ ഉണ്ടായിരിക്കൂ. ചില വോയിഡ്സ് അതിഭയാനകമായ രീതിയിൽ വലുതാണ്. ഉദാഹരണത്തിന് ബോട്ട്സ് വോയിഡ്. ഇതാണ് ദൃശ്യപ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ കോസ്മിക് വോയിഡ്. ഇതിന് ഏതാണ്ട് 33 കോടി പ്രകാശവർഷങ്ങളുടെ വ്യാസമുണ്ട്. ഇത്തരം വോയിഡുകളിലുള്ള ഗാലക്സികൾ വളരെ ഏകാന്തമായി കിടക്കുന്നവയായിരിക്കും. ഒരു ഗാലക്സിയിൽ നിന്നും പല കോടി പ്രകാശവർഷങ്ങൾക്കകലെയായിരിക്കും മറ്റൊരു ഗാലക്സി സ്ഥിതി ചെയ്യുന്നത്. താരതമ്യേന പറഞ്ഞാൽ മിൽക്കി വേയിൽ നിന്നും വെറും 25 ലക്ഷം പ്രകാശവർഷങ്ങൾക്കകലെയാണ് ആൻഡ്രോമെഡ. ആൻഡ്രോമെഡയ്ക്ക് പുറമെ ഈ 25 ലക്ഷം പ്രകാശവർഷങ്ങൾക്കിടയിൽ 100 കണക്കിന് ചെറിയ ഗാലക്സികളുമുണ്ട്. ഇനി വോയിഡ്സിന്റെ മധ്യഭാഗത്തിന് ഇതിനേക്കാൾ സാന്ദ്രത കുറവായിരിക്കും. മധ്യഭാഗത്തിൽ 2 ഗാലക്സികൾക്കിടയിൽ ചിലപ്പോൾ പല ദശകോടി പ്രകാശവർഷങ്ങളുടെ അകലമുണ്ടായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ പ്രപഞ്ചത്തിലെ ഏറ്റവും ഏകാന്തമായ വസ്തുവെന്നത് MCG+01 ആണ്. ഇത് നമ്മുടെ മിൽക്കി വേയെ പോലത്തെ ഒരു വലിയ സ്പൈറൽ ഗാലക്സിയാണ്. ഭൂമിയിൽ നിന്നും ഏതാണ്ട് 30 കോടി പ്രകാശവർഷങ്ങൾക്കകലെ 0049+05 എന്ന് പേര് നൽകിയിരിക്കുന്ന ഒരു വലിയ വോയിഡിന്റെ മധ്യത്തിലാണിത് നിലനിൽക്കുന്നത്. ഇതിനു ചുറ്റും ഏത് ദിശയിലേക്ക് നോക്കിയാലും ഏതാണ്ട് 10 കോടി പ്രകാശവർഷ ദൂരത്തിൽ വേറെ ഒരൊറ്റ ഗാലക്സി പോലുമില്ല. അത്രയേറെ ഏകാന്തമാണ് ഈ ഗാലക്സി. നമ്മുടെ ഭൂമി ഈ ഗാലക്സിയിലായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ ഒരൊറ്റ ഗാലക്സി മാത്രമേ ഉള്ളൂവെന്ന് തെറ്റിദ്ധരിക്കുമായിരുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരേക്കും, അതായത് ടെലിസ്കോപ്സ് ഒക്കെ അതിശക്തമാകുന്നതുവരെ അങ്ങനെ തന്നെ നമ്മൾ വിശ്വസിച്ചേനെ. ഇതിനേക്കാൾ അത്ഭുതാവഹമായ കാര്യമെന്നത് ഈ ഗാലക്സിയിലും തീർച്ചയായും ഹൈപ്പർ വെലോസിറ്റി സ്റ്റാർസ് ഉണ്ടായിരിക്കും. പല ശതകോടി വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇതിൽ നിന്നും നിരവധി ഹൈപ്പർ വെലോസിറ്റി സ്റ്റാർസ് പുറത്തു പോവുകയും ചെയ്തിട്ടുണ്ടാകും. നക്ഷത്രങ്ങൾ മാത്രമല്ല, ഇതുപോലെ ചിലപ്പോൾ ഗ്രഹങ്ങളും പുറന്തള്ളപ്പെട്ടിട്ടുണ്ടാകും. അങ്ങനെ ഒരു ഗ്രഹത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ഈ ഗ്രഹം ഇപ്പോൾ ഇന്റർഗാലക്റ്റിക് സ്പേസിലൂടെ ഒറ്റപ്പെട്ട് ഒഴുകി നടക്കുകയായിരിക്കും. ഏറ്റവും സമീപമുള്ള മറ്റൊരു ബഹിരാകാശ വസ്തു ഒരുപക്ഷെ ഇതിൽ നിന്നും പല കോടി പ്രകാശവർഷങ്ങൾക്കകലെയായിരിക്കാം. ഈ ഗ്രഹം പൂർണ്ണമായും ശുദ്ധമായ ഇരുട്ടിലായിരിക്കും. ആകാശത്തിൽ മറ്റൊരു നക്ഷത്രവും മറ്റൊരു ഗാലക്സിയെ പോലും കാണാൻ കഴിയില്ല. അതിനാൽ ആകാശവും പൂർണ്ണമായ ഇരുട്ടിലായിരിക്കും. ഈ ഗ്രഹത്തിൽ നിന്നാൽ നിങ്ങൾക്ക് നിങ്ങളെപ്പോലും കാണാൻ സാധിക്കില്ല. കണ്ണിൽ നിന്നും വെറും സെന്റിമീറ്റർ അകലെയുള്ള വസ്തുക്കളെ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നിങ്ങളുടെ കയ്യിൽ വലിയൊരു ശക്തമായ ടെലിസ്കോപ്പ് ഉണ്ടെങ്കിൽ പോലും ആകാശത്തിൽ നിങ്ങൾക്ക് ഒന്നും തന്നെ കാണാൻ പറ്റില്ല. ഇങ്ങനൊരു സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ കണ്ണുകൾ ഉള്ളതും ഇല്ലാത്തതും തുല്യമാണ്. അത്രയേറെ ഇരുട്ട് നിറഞ്ഞ ഭയാനകമായ ഒരു ലോകം. പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും ഇരുട്ട് നിറഞ്ഞ സ്ഥലം ഇതായിരിക്കും. ഇങ്ങനൊരു ലോകം ഒരുപക്ഷെ ശരിക്കും ഈ വോയിഡിൽ ഉണ്ടായിരിക്കാം. നിലവിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഏകാന്തമായ വസ്തു MCG+01 ഗാലക്സിയാണ്.
പക്ഷേ പ്രപഞ്ചം എല്ലായ്പ്പോഴും നമ്മെ അതിശയിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും എക്സ്ട്രീമായ ഒരു ബഹിരാകാശ വസ്തുവിനെ കണ്ടെത്തി കുറച്ചു നാളുകൾ കഴിയുമ്പോൾ അതിനേക്കാൾ എക്സ്ട്രീമായ മറ്റൊന്നിനെ കണ്ടെത്തുന്നത് പ്രപഞ്ചശാസ്ത്രത്തിൽ പതിവായി നടക്കുന്ന ഒരു കാര്യമാണ്. അതിനാൽ ചിലപ്പോൾ ഇതിനേക്കാൾ ഏകാന്തമായ മറ്റൊരു വസ്തു പ്രപഞ്ചത്തിൽ മറ്റെവിടെയെങ്കിലും മറഞ്ഞു കിടപ്പുണ്ടായിരിക്കും. ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ബോക്സിലൂടെ അറിയിക്കൂ.